ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വികസന ചർച്ചകളുമായി മഞ്ഞളാംകുഴി അലി MLA. മങ്കട മണ്ഡലത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് മണ്ഡലത്തിലെ ജനപ്രതിനിധികളെയും പ്രമുഖ നേതാക്കളെയും നേരിൽ കണ്ടാണ് ചർച്ച നടത്തിയത്. മണ്ഡലത്തിലെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളെയും രാഷ്ട്രീയ സാമൂഹിക നേതാക്കളെയും നേരിൽ കണ്ട് വികസന ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് മഞ്ഞളാംകുഴി അലി MLA. മങ്കട മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലെയും ജനപ്രതിനിധികളുമായും പ്രമുഖ നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. മണ്ഡലത്തിൽ അടിയന്തരമായി നടപ്പിലാക്കേണ്ടതും ദീർഘകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കേണ്ടതുമായ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻഗണനാക്രമം നിശ്ചയിച്ച് നടപ്പിലാക്കുമെന്ന് MLA അറിയിച്ചു. മങ്കടയുടെ മുഖച്ഛായ മാറ്റുന്ന നൂതന പദ്ധതികൾക്കാണ് ഈ ചർച്ചകളിലൂടെ രൂപം നൽകിയിരിക്കുന്നത്. മണ്ഡലത്തിലെ പ്രധാന റോഡ്, ബൈപ്പാസ് വികസനങ്ങളും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ അടിസ്ഥാന സൗകര്യ വികസനവുമാണ് യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയമായത്. മണ്ഡലത്തിലെ യാത്രാക്ലേശത്തിന് ശാശ്വത പരിഹാരമായി ഓരാടംപാലം വൈലോങ്ങര റോഡ്, ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ്, വൈലോങ്ങര പാലോളിപ്പറമ്പ് ബൈപ്പാസ്, മക്കരപ്പറമ്പ് ബൈപ്പാസ്, കൊളത്തൂർ ബൈപ്പാസ് എന്നിവ യാഥാർത്ഥ്യമാക്കും. മങ്കട ഗവൺമെന്റ് ആശുപത്രിയെ താലൂക്ക് ആശുപത്രിയായി ഉയർത്തുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കും. കൂടാതെ പുഴക്കാട്ടിരി CHC, പാങ് ഫാമിലി ഹെൽത്ത് സെന്റർ എന്നിവയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ പുത്തൻ പദ്ധതികൾക്ക് രൂപം നൽകും. ഗവൺമെന്റ് ITIക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനോടൊപ്പം മങ്കട പോലീസ് സ്റ്റേഷന് ആധുനിക സൗകര്യങ്ങളോടെയുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്നും MLA വ്യക്തമാക്കി. വികസന പ്രവർത്തനങ്ങൾ സ്റ്റൈല് മാറുമല്ലോ. പഴയ കാലത്ത് റോഡും കുടിവെള്ളവും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി മാത്രമായിരുന്നു. ഇന്നിപ്പോ അതല്ല. ഇന്നിപ്പോ ബഡ് സ്കൂൾ വേണം, ഇന്ന് ഹോസ്പിറ്റൽ വേണം, മറ്റുള്ള സൗകര്യങ്ങൾ വേണം, BMBC ആയിരിക്കണം റോഡുകൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നും കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ ബൈപ്പാസുകൾ വേണം. ഇപ്പൊ മക്കരപ്പറമ്പ് ബൈപ്പാസിന് വേണ്ടി ഞങ്ങള് ബഡ്ജറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വൈലോങ്ങരന്ന് നേരെ പാലോളിപ്പറമ്പിലേക്കുള്ള ബൈപ്പാസിന് ബഡ്ജറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനിപ്പോ 10 കോടി രൂപ ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതേപോലുള്ള ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ വരാൻ പോകുന്ന വർഷങ്ങളിൽ എന്തൊക്കെ നമ്മൾ നടത്തണം എന്നുള്ളതിന്റെ കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ കിട്ടുന്ന ഫണ്ടിന് അതുകൊണ്ടും ചെയ്യുക എന്നുള്ളതല്ല. കൃത്യമായിട്ട് ജനങ്ങളുമായി സംസാരിച്ചുകൊണ്ട് അവരെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. അവിടെ ബൈപ്പാസ് അല്ലാതെ ബൈപ്പാസ് തന്നെ അവിടെ വേറൊരു രീതിയിൽ പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടിയുള്ള ഒരു പദ്ധതി ഞങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ഭാഗം വൺ വേ ആക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ചേരിയം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ് ഇപ്പോൾ അവിടെ വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങോട്ട് ഒരു ചെറിയ റോഡ് ഉണ്ട്, അത് കുറച്ചുകൂടി വീതി കൂട്ടാൻ പറ്റുമെന്ന് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതിനനുസരിച്ച് അത് അതുകൂടി വരികയാണെങ്കിൽ അവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കാൻ കഴിയും ഞങ്ങൾ പ്രതീക്ഷിക്കും. ഇപ്പൊ നമ്മളെ മണ്ഡലത്തില് മങ്കട മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം MLA ഫണ്ടിന്റെ സഹായത്തോടു കൂടി അതുപോലെ തന്നെ സർക്കാരിന് കിട്ടിയ എല്ലാം കൂടിയിട്ട് 6 ഗ്രൗണ്ടുകൾക്ക് നമ്മൾ ഫണ്ട് കൊടുത്തു. അതൊരു ചെറിയ കാര്യമല്ല. 6 ഗ്രൗണ്ടുകൾക്ക് മങ്കട തന്നെ പുഴക്കാട്ടിലുണ്ട്, മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ 6 ഗ്രൗണ്ടുകൾക്ക് ഇത് കൊടുത്തു. അതിനുള്ള ഒരു സംഭവം ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോഴ് തുടങ്ങിയിട്ടുള്ളൂല്ലോ. സ്വാഭാവികമായിട്ട് സ്പോർട്സ് കൗൺസിലിനൊക്കെ കണ്ട് എന്തൊക്കെ സഹായങ്ങളാണ് അവിടെ നിന്നൊക്കെ കിട്ടുക എന്നുള്ളത് നോക്കിക്കൊണ്ട് അതിനുള്ള ഒരു രീതി നമ്മളുണ്ടാകും. മങ്കട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഉണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജനങ്ങളുടെയും പൂർണ്ണമായ സഹകരണത്തോടെ മങ്കടയെ ഒരു മാതൃകാ മണ്ഡലമാക്കി മാറ്റുമെന്നതാണ് ലക്ഷ്യമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജനങ്ങളുടെയും പൂർണ്ണ സഹകരണത്തോടെ മങ്കടയെ ഒരു മാതൃകാ മണ്ഡലമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും വികസന കാര്യങ്ങളിൽ യാതൊരുവിധ രാഷ്ട്രീയ വ്യത്യാസവുമില്ലാതെ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും മഞ്ഞളാംകുഴി അലി MLA കൂട്ടിച്ചേർത്തു. വിവിധ പഞ്ചായത്തുകളിൽ നടന്ന യോഗങ്ങളിൽ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അങ്ങാടിപ്പുറത്ത് നടന്ന യോഗത്തിൽ അമീർ പാതാരി, അബു താഹിർ തങ്ങൾ, C സുകുമാരൻ, KS അനീഷ്, ജബ്ബാർ പരിയാപുരം, മുരളീധരൻ, സൈദലവി VP, ഷബീർ കറുമുക്കിൽ, ഷഹർബാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചെർപ്പളശ്ശേരി CCST കോളേജിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു. NAC അംഗീകാരമുള്ള CCST കോളേജിലേക്ക് കാലാനുസൃതമായ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. 2 PG കോഴ്സുകളും 10 UG കോഴ്സുകൾക്കുമൊപ്പം ഈ വർഷം ആരംഭിക്കുന്ന പുതിയ കോഴ്സുകളായ BSc AI, BBA വിത്ത് ലോജിസ്റ്റിക്സ് തുടങ്ങിയ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു.
CCST ക്യാമ്പസ് നൽകുന്ന പ്രധാന സവിശേഷതകൾ: അത്യാധുനിക ICT എനേബിൾഡ് ക്ലാസ് റൂംസ്, വിനോദങ്ങൾക്കായി പ്രത്യേക കേന്ദ്രം, വിപുലമായ ലാബ് സൗകര്യങ്ങൾ, ഉന്നത പഠന നിലവാരം, യൂണിവേഴ്സിറ്റി റാങ്കുകൾ, പ്രകൃതി രമണീയവും ഹരിതാഭവുമായ ക്യാമ്പസ്, മികച്ച പ്ലേസ്മെന്റ് സഹായവും തൊഴിൽ നൈപുണ്യ വികസന പരിപാടികളും, ആഡ് ഓൺ കോഴ്സസ്, AI, ML, ASAP, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ, ടാലി, CMA തുടങ്ങിയ സർട്ടിഫൈഡ് കോഴ്സുകൾ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി ഇന്നു തന്നെ ബന്ധപ്പെടൂ. ചെറുപ്പളശ്ശേരി കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കാറൽമണ്ണ, ചെറുപ്പളശ്ശേരി, പാലക്കാട്.